ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് മാസം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഹസീനയ്ക്ക് പുറമെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസ്ലദുസ്മാനെയും വധശിക്ഷയ്ക്കായി വിധിച്ചിരിക്കുന്നത്. മാനവരാശിക്ക് നേരെ നടന്ന അക്രമത്തിൽ ശിക്ഷിക്കപ്പെട്ട ഇരുവരെയും വിട്ടുനൽകണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. നിലവിൽ ഇന്ത്യയിലാണ് അന്ന് ഈ ഹസീന ഓടിയെത്തിയത്. ഇന്ത്യയാണ് സംരക്ഷണം നൽകുന്നത്. എന്നാൽ ട്രിബ്യൂണൽ നടപടി ഏകപക്ഷീയവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഡൽഹിയിൽ സുരക്ഷിത താവളത്തിലുള്ള ഹസീന കുറ്റപ്പെടുത്തി. വിധി ശ്രദ്ധയിൽപ്പെട്ടതായി ഇന്ത്യ അറിയിച്ചു. ബംഗ്ലാദേശിൽ കഴിഞ്ഞ കൊല്ലം നടന്ന കലാപങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ആഭ്യന്തരമന്ത്രി അസദുസ്സമാനെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള ഇടക്കാല ഭരണകൂടം രൂപീകരിച്ച ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലാണ് ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. മാനവരാശിക്കെതിരെയുള്ള കുറ്റത്തിനാണ് ഈ ശിക്ഷ. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ നിർദ്ദേശം നൽകിയത് ഷെയ്ഖ് ഹസീനയാണെന്ന് ക്രൈംസ് ട്രിബ്യൂണൽ കണ്ടെത്തി. വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ തയ്യാറായില്ല, അവരെ പരിഹസിച്ചു. പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഢാക്കയിൽ പട്ടാളമിറങ്ങിയതിനെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയും ആഭ്യന്തരമന്ത്രി അസദുസ്സമാനും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഡൽഹിയിൽ അഭയം തേടിയ ഇരുവരും ഇപ്പോൾ സുരക്ഷിത താവളത്തിലാണ്. അതേസമയം ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇരുവരെയും വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ഈ കാര്യം ഇന്ത്യ അംഗീകരിക്കാൻ ഇടയില്ല. ബംഗ്ലാദേശ് വിമോചന സമരവുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ തൊഴിലുകളിലുള്ള സംവരണം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ കൊല്ലം തെരുവിലിറങ്ങിയത്. ഈ സംവരണം 5% കുറയ്ക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ ഷെയ്ഖ് ഹസീന സർക്കാർ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘർഷത്തിൽ കലാശിച്ചത്. വലിയ തോതിലുള്ള വെടിവെപ്പിൽ നിരവധി വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. രാജ്യത്താകമാനം തന്നെ അക്രമം വ്യാപിക്കുകയും ചെയ്തു. അതേസമയം ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ വിധി ഏകപക്ഷീയവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി. അവാമി ലീഗിന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിറകിലെന്നും അവർ ആരോപിച്ചു. മാനവരാശിക്കെതിരെയുള്ള കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പേർക്ക് അഭയം നൽകുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ബംഗ്ലാദേശ് വിദേശ മന്ത്രാലയം പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും വിട്ടുകിട്ടണമെന്നാണ് ബംഗ്ലാദേശ് വിദേശ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.